ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സദ്യ സ്പെഷ്യൽ അവിയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അവിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്താണ് ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് പൊട്ടറ്റോ, മുരിങ്ങാക്കോല്, തക്കാളി, കോവയ്ക്ക, ക്യാരറ്റ്, വഴുതനങ്ങ, കായ, ചേന, ബീൻസ്, കൊത്തമര, സവാള, പച്ചമുളക്, ഇത്ര ഐറ്റംസാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അവിയൽ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ചൂട് കെട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ അവിയൽ കഷ്ണങ്ങളിട്ട് വഴറ്റിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അവിയൽ തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒട്ടും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്കിതിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് ചിരവിയെടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ചെറുജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കഷ്ണങ്ങളിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. തേങ്ങയിലും ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക്, ഒരല്ലി വെളുത്തുള്ളി. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒതുക്കിയെടുത്ത അരപ്പാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് തൈര്, 8 ചെറുള്ളി ചെറുതായി ഒന്ന് ചതച്ചെടുത്തത്, 1 തണ്ട് വേപ്പില. കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. അധികം സമയമൊന്നും വേണ്ട കേട്ടോ കഷ്ണങ്ങൾ വേവാനായിട്ട്. ഇനി നമുക്ക് വെന്ത കഷ്ണങ്ങളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ഉടയാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പുളിയുള്ള തൈരാകുമ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട, പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. തൈര് കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തൈരൊക്കെ നല്ലതുപോലെ കഷ്ണങ്ങളിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ഉടയാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള അവിയൽ ഏകദേശം റെഡിയായി. ഇനി പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. ഇതൊരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് നമുക്ക് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓണസദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അവിയലാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അവിയലാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.